ശബരിമല നട തുറന്നു. ആദ്യ ദിനം വൻ ഭക്തജന തിരക്കാണ്. 52,568 ഭക്തരാണ് ഇന്നലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ പമ്പ വഴി 18-ാം പടി കയറി ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് സന്നിധാനത്ത് വിവരങ്ങളുമായി. രാഹുൽ, ഭക്തജന തിരക്കാണല്ലോ സന്നിധാനത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നും വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. രാവിലെ പ്രഭാതത്തിൽ വൻ തിരക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി കടന്ന് ആളുകൾ തീർത്ഥാടനത്തിനായി മുകളിലേക്ക് എത്തുന്നതാണ്. രാവിലെ തീർത്ഥാടകരുടെ എണ്ണം ശബരി പീഠം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉഷപൂജയ്ക്കായി നട അടച്ചിരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് വീണ്ടും ഭക്തരെ 18-ാം പടി കടത്താൻ അനുവദിച്ചിട്ടുള്ളത്. ശബരിമല സന്നിധാനത്തുള്ള ഫ്ലൈ ഓവറിൽ നിറയെ ഇപ്പോൾ ഭക്തർ നിറഞ്ഞിട്ടുണ്ട്. ഈ തിരക്ക് ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്നിധാനത്ത് മാത്രമല്ല, പമ്പയിലും വൻ തിരക്കാണ്. ഇന്ന് 80,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പോട്ട് ബുക്കിങ്ങിലും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇപ്പോൾ കൂടുതലായി എത്തുന്നത്. അത് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ ഇതുവരെ 3 കൗണ്ടറുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5 കൗണ്ടറുകളായി മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ മഴയുടെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാനം തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ മഴയുടെ പ്രശ്നങ്ങളില്ല. എന്താണെങ്കിലും തീർത്ഥാടകർ എന്തായാലും സന്തോഷത്തോടെയാണ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ തവണയൊക്കെ 10 മണിക്കൂറിലേറെ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം പ്രശ്നങ്ങളില്ല. വളരെ സമാധാനപരമായാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്.